പിന്നെ ഞാൻ നീക്കും കൂടി മുള വെട്ടുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാം കേട്ടോ. നമ്മൾ ഈ മുള വെട്ടുന്നത് കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പനി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ മുള വെട്ടുന്നത്. അപ്പോൾ ഈ മുളയോട് വീടും അതേപോലെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊന്നും അധികം വേലിയും കാര്യങ്ങളൊക്കെ എല്ലാവരും മതിലും ഒക്കെ ആയിപ്പിന്നല്ലേ. പക്ഷെ ഇത് വെട്ടാൻ എത്രമാത്രം ഒരു എഫേർട്ട് എടുക്കേണ്ടതെന്ന് നമ്മൾ ശരിക്കും കണ്ടപ്പോഴാട്ടോ മനസ്സിലായി കേട്ടോ. അതിനെയൊക്കെ വൃത്തിയാക്കിയിട്ട് സൈഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ. അപ്പോൾ ഇവർ രാവിലെ നേരത്തെ ഒരു 6 മണി 7 മണിയാകുമ്പോൾ വരും. ഞാൻ അവിടെ ഏട്ടനോട് ചോദിച്ചു എത്ര മണിക്കാണ് വരിക എന്നൊക്കെ ചോദിച്ചിരുന്നേ. കാരണം നമ്മൾ ഇവരെ ഇങ്ങനെ പോകണമെന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു 3 ആൾക്കാരുണ്ട് കേട്ടോ വെട്ടാൻ. അപ്പോൾ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു 6 മണിക്ക് 7 മണിയാകുമ്പോൾ വരും, ഭക്ഷണം രാവിലത്തെ കഴിച്ചിട്ട് വരും, ഉച്ചയ്ക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഒരു വൈകുന്നേരം ഒരുപാട് ലേറ്റ് ആയിട്ടോ പോകുക. ഒരുപാട് മുളകളുണ്ട് കേട്ടോ അവിടെ. അതൊക്കെ അതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് നാട്ട് വരുന്നത് ഏകദേശം കഴിയാനായി. ഈ കുറച്ചും കൂടി തന്നെ ഉള്ളൂ അവിടെ. നമ്മളെപ്പോഴും ഇവർ കാണാറുണ്ട്, പക്ഷേ ഈ സ്ഥലത്തേക്ക് അങ്ങനെ വരാറൊന്നുമില്ല. കാരണം ആ ഭാഗത്ത് അധികം വീടുകളൊന്നുമില്ല. പിന്നെ നമുക്ക് വരേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ എന്തായാലും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനും നികിയും കൂടിയിട്ടോ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സൈഡാട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ അറ്റം മുതൽ ആണ് തുടങ്ങണത്. അപ്പോൾ നമുക്ക് അതിലൂടെയും പോവാം ഇതിലൂടെയും പോവാം. ഇവിടെയാണ് കുറച്ചൊരു വൃത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും കുട്ടിയും കൂടി ഇത് കൂടെ വന്നു കേട്ടോ. അവിടെ എന്താ പറയുക, അതിൻ്റെ ഓരോരോ കൊമ്പും കാര്യങ്ങളും ഒക്കെ അവരിട്ടിട്ടുണ്ട്. ഇത് കൂടെ ആയിട്ട് അവരും കയറുന്നത്. അപ്പോൾ അവർ അവിടെ ഫുൾ മുള്ളും കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഈ കുട്ടീനെയും കൊണ്ട് അധികം ഇങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിലൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിലൂടെ